ഓം രാമായണത്തിൻ്റെ കീർത്തിസ്തംഭങ്ങൾ ഭാഗം 11. പ്രിയാത്മാക്കളെ, സാദരം വന്ദേ മാതരം. രാമൻ വീണ്ടും രാജ്യം ഉപേക്ഷിക്കുന്നു. ആരും ഒന്നും മിണ്ടിയില്ല. ഭരതൻ രാമനോടായി പറഞ്ഞു, എൻ്റെ അമ്മ തൃപ്തിപ്പെടുത്തപ്പെട്ടു. അമ്മ രാജ്യം എനിക്ക് തന്നു. അത് ഞാൻ അവിടുത്തേക്ക് സമർപ്പിക്കുന്നു. അതിനെ അങ്ങ് ദയവായി കൈക്കൊണ്ടാലും ഈ മഹാരാജ്യത്തെ വേണ്ട പോലെ പരിപാലിക്കാൻ അങ്ങേക്കല്ലാതെ മറ്റാർക്കും കഴിയുകയില്ല. എനിക്കതിന് തീരെ കഴിവില്ല. ജ്യേഷ്ഠ, അങ്ങ് അയോധ്യയിൽ തിരിച്ചെഴുന്നള്ളി സർവരെയും ആനന്ദിപ്പിച്ചാലും. ഏവരും ഭരതൻ്റെ വാക്കുകളെ അനുമോദിച്ചു. എന്നാൽ ശ്രീരാമൻ്റെ മറുപടി ഇപ്രകാരം ആണ് ഉണ്ടായത്: തന്നിഷ്ടം പോലെ ചെയ്യാൻ മനുഷ്യനാളല്ല, അവൻ അസ്വതന്ത്രനാകുന്നു. പൂർവകർമ്മ ഫലങ്ങൾ അവനെ അങ്ങുമിങ്ങും പിടിച്ചു വലിക്കുന്നു. കൂട്ടമെല്ലാം പിരിയുന്നു, ഉയർച്ചയൊക്കെ താഴുന്നു, വീഴ്ചകളൊക്കെ അഴിയുന്നു, ജീവിതം മരണത്തിൽ കലാശിക്കുന്നു. കായ് പഴുത്താൽ വീഴും, ജനിച്ചയാൾ മരിക്കും. ഉറപ്പാർന്ന അറകളും കാലാന്തരത്തിൽ പൊട്ടി പൊളിഞ്ഞു പോകുന്നു. അതുപോലെ മനുഷ്യരും ജരാമരണങ്ങൾക്ക് അടിമപ്പെട്ട് നശിക്കുന്നു. പോയ കാലം ഒരിക്കലും തിരിച്ചു വരില്ല. പുഴ ആഴിയിൽ തന്നെ ചെന്ന് ലയിക്കുന്നു. സകല ജീവികളുടെയും ആയുസ്സിനെ അപഹരിച്ചുകൊണ്ട് ദിനരാത്രങ്ങൾ നീങ്ങുന്നു. അനുജ, നീ എന്നെക്കുറിച്ച് വ്യാകുലനായാലും ഇരിക്കുകയോ മരിക്കുകയോ ചെയ്യുന്ന മറ്റുള്ളവരെക്കുറിച്ച് എന്തിന് കരയുന്നു? മൃത്യു ഒപ്പം നടക്കുന്നു, കൂടെ വസിക്കുന്നു. നെടുവഴി പോന്നിട്ട് മടങ്ങുന്നു. മെയ്യെല്ലാം ചുക്കിച്ചുളിയുന്നു, മുടിയെല്ലാം നരയ്ക്കുന്നു. ജരയ്ക്ക് ഇരയായവൻ എങ്ങനെ രക്ഷപ്പെടും? സൂര്യൻ ഉദിക്കുമ്പോഴും അസ്തമിക്കുമ്പോഴും ആളുകൾ സന്തോഷിക്കുന്നു. പക്ഷേ ആയുസ് അസ്തമിക്കുന്നതായും അറിയുന്നില്ല. കടലിൽ ഒഴുകി നടക്കുന്ന പൊങ്ങുതടികൾ ഒന്നിച്ചുകൂടി കുറച്ച് കഴിഞ്ഞ് പിരിഞ്ഞു പോകും പോലെ കളത്ര പുത്രമിത്ര സമ്പത്തുകൾ കുറച്ച് നാൾ ഒന്നിച്ച് കഴിയുന്നു, പിന്നെ വേർപിരിയുന്നു. വേർപാട് നിശ്ചിതമാണ്. ഈ സ്വഭാവത്തെ മാറ്റിമറിക്കാൻ ആർക്കും സാധ്യമല്ല. മരിച്ചവരെക്കുറിച്ച് കരഞ്ഞിട്ടൊരു പ്രയോജനവുമില്ല. പിതാമഹന്മാർ പോയ വഴിയെ പോയാൽ അപകടമൊന്നും വരികയില്ല. പിന്തിരിയാത്ത പുഴ പോലെ ആയുസ് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ആത്മാവിനെ മോക്ഷസുഖത്തിൽ ഉറപ്പിക്കണം. ജീവികൾ
സുഖാർഹരാകുന്നു. ധർമാത്മാവായ അച്ഛൻ സത്കർമ്മങ്ങളനുഷ്ഠിച്ച് പൂതപാവനനായി സ്വർഗം പ്രാപിച്ചിരിക്കുന്നു. ഭൃത്യുപോഷണവും പ്രജാപാലനവും ദാനധർമ്മങ്ങളും യഥാവത്തെ അനുഷ്ഠിച്ച് ദശരഥ മഹാരാജൻ മൃത്യുവിന് വേണ്ടി ആഗ്രഹിച്ചു. അത് സംഭവിച്ചു. ദീർഘകാലം ഉത്തമ ഭോഗങ്ങൾ അനുഭവിച്ച ശേഷം സ്വർഗതനായ സത്കൃതനായ അച്ഛനെ ചൊല്ലി വിലപിക്കാൻ പാടില്ല. ജീർണിച്ച മനുഷ്യദേഹം ഉപേക്ഷിച്ച് നമ്മുടെ പിതാവ് ദിവ്യഭാവം പ്രാപിച്ച് ബ്രഹ്മലോകത്തിൽ വിഹരിക്കുന്നു. വിവേകവും സദ്ബുദ്ധിയും സംസ്കാരവുമാറുന്ന നാം ആരും ഇതിൽ ശോകം കൊള്ളുവാൻ പാടില്ല. ഇതുപോലെ വന്നുകൂടുന്ന ശോകങ്ങളും താപങ്ങളും പ്രാജ്ഞനായുള്ളവൻ ധൈര്യത്തോടെ നേരിടണം. നീ സ്വസ്ഥനായിരുന്നാലും ശോകം കൈവിടുക, അയോധ്യയ്ക്ക് മടങ്ങിപ്പോയി നാടുവാഴുക. അതാണ് അച്ഛൻ്റെ ആജ്ഞ. അച്ഛൻ ഇവിടെ വസിക്കാൻ എന്നോട് കൽപ്പിച്ചുവോ അവിടെ വസിച്ച് ഞാനും അദ്ദേഹത്തിൻ്റെ ആജ്ഞയെ അനുസരിക്കുന്നതാകുന്നു. അച്ഛൻ്റെ ആജ്ഞ ധിക്കരിക്കുന്നത് ശരിയല്ല. നിനക്കും അച്ഛൻ സദാ ആദരണീയനാകുന്നു. അച്ഛൻ അരുളിയ വനവാസജ്ഞാനം ഞാൻ പാലിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വനവാസയജ്ഞം ഞാനും പാലിക്കുന്നുണ്ട്. അച്ഛൻ്റെ ശുഭ ചരിത്രത്തെ സ്മരിച്ച് നീയും അതിനനുസരിച്ച് വാണാലും. ഭരതകുമാരനെ നിമിത്തമാക്കിക്കൊണ്ട് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ അത്യന്തം ശ്രേഷ്ഠമായ മർമ്മസ്പർശിയായ ജീവിത സാരോക്തികളാണ് ഇപ്പോൾ നമ്മൾ ചുരുക്കി പറഞ്ഞത്. ധർമാത്മാവായ ഭരതൻ ഇപ്രകാരം മറുപടി പറഞ്ഞു: ജ്യേഷ്ഠ, അവിടുത്തെ പോലെ ലോകത്തിൽ ആരിരിക്കുന്നു? വൃദ്ധസമ്മതനായ അങ്ങയെ ദുഃഖം പീഡിപ്പിക്കുന്നില്ല, പ്രീതി സന്തോഷിപ്പിക്കുന്നുമില്ല. സർവജ്ഞനും സമദർശിയും സത്യപ്രതിജ്ഞനുമായ അങ്ങ് അമരൂപനാകുന്നു. ദേവതുല്യനാണ് അങ്ങ്. ഞാൻ അകലെയിരിക്കുമ്പോൾ അമ്മ എനിക്ക് വേണ്ടി ചെയ്ത പാപം എനിക്ക് അപ്രിയമാകുന്നു. അവിടെ നിന്നിൽ കനിഞ്ഞാലും ധർമ്മപാശബദ്ധനായ ഞാൻ തീവ്ര ദണ്ഡാർഹയായ അമ്മയെ ഇപ്പോൾ കൊല്ലുന്നില്ല. ദശരഥപുത്രൻ എപ്രകാരം നിന്ദ്യകർമ്മമായിരിക്കും ചെയ്യുക? പിതാവിനോടുള്ള ഗൗരവം ആലോചിച്ചിട്ട് ഞാൻ അദ്ദേഹത്തെ സഭയിൽ വച്ച് നിന്ദിക്കുന്നില്ല. ധർമ്മജ്ഞനായ ഏതൊരുവൻ സ്ത്രീക്ക് വേണ്ടി ധർമാർത്ഥശൂന്യമായ ദുഷ്പ്രവൃത്തി ചെയ്യും? അന്ധകാലത്തിൽ ജീവികൾക്ക് ബുദ്ധിഭ്രമം നേരിടുന്നു എന്ന പഴമൊഴി നേരാണെന്ന് അച്ഛൻ്റെ ഈ പ്രവൃത്തി തെളിയിക്കുന്നു.
വിവേകം കൂടാതെ അച്ഛൻ ചെയ്ത ഈ സാഹസത്തെ അവിടുന്ന് പരിഹരിക്കേണ്ടതാകുന്നു. പിതാവിന് പതനം വരാതെ കാത്തു പോറ്റുന്നവരാണല്ലോ അപത്യം എന്ന് പറയുന്നത്. അച്ഛൻ ചെയ്ത ദുഷ്കൃതത്തെ പരിഹരിച്ച് അവിടുന്ന് ആ പേരിന് അർഹനായി ഭവിച്ചാലും, അപത്യം എന്ന പേരിന് അർഹനായി ഭവിച്ചാലും ഞങ്ങളെയെല്ലാം അങ്ങ് പരിപാലിക്കേണ്ടതാകുന്നു. കാടെവിടെ, ക്ഷാത്രധർമ്മം എവിടെ, പ്രജാപാലനം എവിടെ? ഇത്തരം വിപരീത കർമ്മം അവിടുന്ന് ആചരിക്കാൻ പാടുള്ളതല്ല. പ്രജാപാലനമാണ് ക്ഷത്രിയൻ്റെ പ്രഥമധർമ്മം. ക്ലേശകരമായ ധർമാചരണം അവിടെ നിശ്ചയിക്കുന്നില്ല എങ്കിൽ ചതുർവർണ്ണങ്ങളെയും ധർമ്മപൂർവം പരിപാലിച്ച് ക്ലേശം വരിച്ചാലും ജന്മം കൊണ്ടും സ്ഥാനം കൊണ്ടും വിദ്യ കൊണ്ടും താണവനായ ഞാൻ അങ്ങിരിക്കെ എങ്ങനെ രാജ്യം ഭരിക്കും? അല്പബുദ്ധിയായ എനിക്ക് അങ്ങയെ കൂടാതെ ജീവിതമേ വേണ്ട. ഋത്വിക്കുകളും അമാത്യന്മാരും പൗരജനങ്ങളും കൂടി ഇവിടെ വെച്ച് തന്നെ അവിടുത്തെ അഭിഷേകം ചെയ്യട്ടെ. ഞങ്ങളെല്ലാം സന്തുഷ്ടരാക്കിയാലും അച്ഛനെ പാപത്തിൽ നിന്ന് രക്ഷ കയറ്റിയാലും ഞാൻ കാല് പിടിച്ചപേക്ഷിക്കുന്നു. എന്നിൽ കരുണ പൂണ്ടാലും എന്നെ ഉപേക്ഷിച്ച് കാട് വാഴുവാനാണ് അവിടുന്ന് ഭാവമെങ്കിൽ അവിടുത്തോടൊത്ത് ഞാനും കാട്ടിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്നു, വരും. ഭരതൻ്റെ ഈ വാക്കുകൾക്കൊന്നും രാമൻ ശ്രദ്ധ കൊടുത്തില്ല. രാമൻ പറയുകയാണ്, നമ്മുടെ താതൻ നിൻ്റെ അമ്മയെ വേട്ട സമയത്ത് രാജ്യം നിനക്ക് തന്നുകൊള്ളാമെന്ന് മാതാമഹനോട് വാക്കുകൊടുത്തിരുന്നു. ദേവാസുര യുദ്ധത്തിൽ ചെയ്ത സേവനത്തിൽ സന്തോഷം പൂണ്ട പിതാവ് നിൻ്റെ അമ്മയ്ക്ക് 2 വരങ്ങൾ നൽകുകയുണ്ടായി. അമ്മ ആ വരങ്ങൾ ആവശ്യപ്പെട്ടു. അതൻ പ്രകാരം നാട് നിനക്കും കാടെനിക്കും. അങ്ങനെ 14 കൊല്ലം കാടു വാഴുന്നതിനാണ് അച്ഛൻ എന്നോട് അരുളിയിട്ടുള്ളത്. അതനുസരിച്ച് ഞാൻ വനവാസം നടത്തും. നീ രാജാവായി സ്വയം അഭിഷേകം ചെയ്ത് അച്ഛനെ സത്യവാദിയാക്കിയാലും അങ്ങനെ പിതാവിനെ ഋണമുക്തനാക്കി സുപുത്രനായി ഭവിച്ചാലും നീ ശത്രുഘ്നനുമൊത്ത് അയോധ്യയ്ക്ക് മടങ്ങിപ്പോയി രാജ്യഭാരം നടത്തുക എന്ന് വീണ്ടും ശ്രീരാമൻ നിർദ്ദേശിക്കുന്നു. ആത്മഭാവങ്ങളെ ഭരതൻ ആ നിർദ്ദേശവും തിരസ്കരിച്ചു. പക്ഷേ സാരോക്തികൾ നിറഞ്ഞ സന്ദേശവാക്യങ്ങൾ രാമനിൽ നിന്നും കേട്ടിട്ട് ഭരതൻ അവസാനമായിട്ട് തീരുമാനിക്കുന്നു, ശരി, അങ്ങ് എനിക്ക് ആ പാദുകങ്ങൾ തരൂ. ഞാൻ നന്ദിഗ്രാമത്തിൽ 14 സംവത്സരം തപസ്സനുഷ്ഠിക്കും. 14 വർഷം പൂർണ്ണമാകുന്ന നിമിഷം അങ്ങ് തിരിച്ചെത്തിയില്ലെങ്കിൽ ഞാൻ അഗ്നിയിൽ പ്രവേശിക്കും
അങ്ങനെ ഉള്ള വ്യവസ്ഥയനുസരിച്ച് ഭരതൻ നിർദ്ദേശിച്ച ഭാവപ്രകടനമനുസരിച്ച് ശ്രീരാമചന്ദ്രൻ രാമപാദകങ്ങൾ കൊടുക്കുന്നു. അത് സിംഹാസനത്തിൽ, ശ്രീരാമൻ ഇരിക്കുന്ന സിംഹാസനത്തിൽ പ്രതിഷ്ഠിച്ചിട്ട് നന്ദിഗ്രാമത്തിൽ 14 സംവത്സരം ഭരതൻ ഏകനിഷ്ഠമായ മനസ്സോടുകൂടി രാജ്യം ഭരിക്കുന്നതോടൊപ്പം ജ്യേഷ്ഠനെ ധ്യാനിച്ചുകൊണ്ട് ബ്രഹ്മചര്യവ്രതം അനുഷ്ഠിച്ചുകൊണ്ട് ഉത്തമമായ ആശ്രമവ്യവസ്ഥ അനുസരിച്ച് തപസ്സനുഷ്ഠിച്ചു. 14ാമത്തെ വർഷാവസാനം ശ്രീരാമചന്ദ്രൻ അയോധ്യയിൽ മടങ്ങി വരുന്നു. നന്ദിഗ്രാമത്തിലാണ് അനുജനെന്ന് കണ്ടിട്ട് അവിടെ ഓടിയെത്തുന്നു. രണ്ടുപേരും ആലിംഗബദ്ധരാകുന്നു. കണ്ണുനീര് കൊണ്ട് പരസ്പരം കഴുകുകയാണ് ചെയ്തത് ഭരതനും രാമനും. അപ്പുറത്ത് ലക്ഷ്മണനും ശത്രുഘ്നും കണ്ണുനീര് കൊണ്ട് ആലിംഗനം നടത്തി കണ്ണുനീര് കൊണ്ട് കഴുകുന്നു. ഈ സഹോദര സ്നേഹമാണ് വാൽമീകി മഹർഷി തൻ്റെ അനശ്വരമായ കൃതിയിലൂടെ നമുക്ക് പറഞ്ഞിരുന്നത്. സഹോദര സ്നേഹം. രാമായണ സംസ്കാരമുള്ള വീടുകളിൽ സഹോദരന്മാരും സഹോദരിമാരും ഇതുപോലെ പരസ്പരം ത്യാഗപൂർണമായിട്ടുള്ള സ്നേഹം പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ആത്മഭാവങ്ങളെ ഇന്നത്തെ സത്സംഗം ഇവിടെ ഉപസംഹരിക്കാം. ശുഭമസ്തു. സന്തു മംഗള സദാനി.